ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. ഇന്ന് യെല്ലോ വിത്ത് റെഡ് കോമ്പിനേഷൻ ആണ് കേട്ടോ. യെല്ലോ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ ഓവർ യെല്ലോ അല്ല, നല്ലൊരു യെല്ലോ ആണ്. അതിനകത്ത് നമ്മൾ റെഡിന്റെ കോമ്പിനേഷൻ ആണ് യെല്ലോക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട്. അപ്പൊ ഇതുപോലെ നെക്ക് ഇതേപോലെ നല്ല വൈഡ് ആയിട്ടുള്ള ഒരു യൂനക്ക് വെച്ചിട്ട് ഈ ഒരു പീസ് വെച്ചിട്ടുണ്ട്. കാണിച്ചു തരാം. സെന്ററിൽ ഒരു സ്ലിറ്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ സെയിം ടോൺ തന്നെ ബോട്ടം വെയർ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. എൻഡിലോട്ടും ആ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ക്ലോത്ത് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇതിന് ഞാൻ ഇതുപോലെ തന്നെ റെഡ് കോമ്പിനേഷൻ വരുന്ന ഇതുപോലെ ബാത്തിക് പ്രിന്റ് വരുന്ന ദുപ്പട്ടയാണ് കേട്ടോ പെയർ ചെയ്തേക്കുന്നത്. നല്ല വിട്ടും ഇതുപോലെ അയൺ ചെയ്ത് നമുക്ക് ഇങ്ങനെ വലുതാക്കണമെങ്കിൽ ആക്കാം, അതെല്ലാം ഇങ്ങനെ ഒതുങ്ങി കിടക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. രണ്ട് ടൈപ്പ് ദുപ്പട്ടയുണ്ട്. ഒന്ന് വന്നിട്ട് ഇതുപോലെ ഒരു പ്രിന്റ് വരുന്നതാണ് കേട്ടോ. ഈ ഒരു പ്രിന്റ് ഇത് കണ്ടോ, ഇതും ഇങ്ങനെ ഇത്രയും നല്ല വിട്ടും ലെങ്ത് ഉള്ളതാണ്. ഇതിന്റെ പ്രിന്റ് വന്നിട്ട് ഇതേപോലെ. അപ്പൊ നിങ്ങൾക്ക് ഏത് ദുപ്പട്ടയാണ് വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. ഇതുപോലെ ഉണ്ടാവും ഈ ഒരു ദുപ്പട്ട, ഈ ഒരു ഇതുപോലെ ഉണ്ടാവും കണ്ടോ. ഒതുങ്ങി നമുക്കൊരു സൈഡിൽ ഇതുപോലെ കിടന്നോളും. ഇതേപോലെ ഇനി ഞാൻ ടോപ്പിന്റെ ഇത് കാണിച്ചു തരാം. ഇതാണ് അതിന്റെ വർക്ക്. ശരിക്കും ഇതൊരു വീവിങ് ആണ് കേട്ടോ, അല്ലാതെ ബ്രോക്കേഡ് ഇതല്ല. നല്ല വീവിങ് വരുന്ന ചെറിയ വീവിങ് രണ്ട് കളറിൽ വന്നിട്ടുണ്ട്. ക്ലോത്ത് ബട്ടണും കൊടുത്തിട്ടുണ്ട്. എൻഡ് പോർഷനിലേക്കും ഇതേപോലെ ഇത് കണ്ടോ, ഇതേപോലെയാണ് വന്നേക്കുന്നത്. ഈ കട്ടിങ് എല്ലാം വന്നിട്ട് ഇതേപോലെ ഉണ്ട്. ഓക്കെ, അടുത്തത് ഇതേപോലെ തന്നെ നല്ലൊരു ലൈറ്റ് പിങ്ക് പ്ലസ് ലാവൻഡറിന്റെ ഒരു ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. ഇതേപോലെ തന്നെയാണ് നെക്ക് കൊടുത്തേക്കുന്നത്. ഇതുപോലെ ഒരു എംബ്രോയിഡറി വരുന്ന ഒരു മെറ്റീരിയൽ. അതിന്റെ എൻഡിലോട്ടും ഇതേപോലെ സ്കാലപ്പ് വരുന്ന ഒരു ഡിസൈനെ കൊടുത്തേക്കുന്നത്. കുറച്ച് പോർഷൻ ട്രാൻസ്പെറന്റ് ആയിട്ട് ഇതുപോലെ സ്കാലപ്പിന്റെ കൊടുത്തേക്കുന്നത്. സ്ലീവിന്റെ എൻഡിലോട്ടും ഇത് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ വേറെ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഇതാ ഇതുപോലെ ഉണ്ടാവും സ്ലീവിന്റെ എൻഡിലോട്ടും. പിന്നെ വന്നേക്കുന്നത് ഇതേപോലെ തന്നെ സ്കാലപ്പിന്റെ എൻഡിലോട്ട് വന്നേക്കുന്ന വേറൊരു പാറ്റേൺ ആണ് ഗ്രീന്, പിസ്ത ഗ്രീന്. ഇതിനെല്ലാം ദുപ്പട്ട പെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ, പൈപ്പിംഗ് വെച്ചിട്ട്. പിന്നെ സ്ലീവിന്റെ എൻഡിലോട്ടും ഇതേപോലെ സ്കാലപ്പ് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇത് നല്ല ഭംഗിയാണിത്. പിന്നെ ഇതും ഞാനിപ്പോൾ കാണിച്ചത് ഞാനൊരു പെയർ ചെയ്തേക്കേണ്ട ദുപ്പട്ട, അതിന് വേണ്ടിയിട്ടാണ്. നല്ലൊരു പീച്ച് പിങ്ക് കളറാണ്. ഇതുപോലെ ഡൾ സീക്വൻസ് വെച്ചിട്ട് ഫുള്ളി വർക്കാണ്. ബാക്ക് സൈഡ് ഇതിന്റെ പ്ലെയിനാണ് കൊടുത്തേക്കുന്നത്. ഒരു പഫൊക്കെ വെച്ചിട്ടുള്ള നെക്ക്. പിന്നെ വന്നേക്കുന്ന ഹാൻഡ് വർക്ക് ചെയ്തൊരു മെറ്റീരിയലാണ് കേട്ടോ. ഇതുപോലെ ഈ ഓർഗൻസായിൽ നല്ല ഫുള്ളി ഹാൻഡ് വർക്ക്, നല്ല ഭംഗിയാണ് ഈ വർക്ക്. ചെറിയ വർക്ക് ഇതുപോലെ നെക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് ഓരോന്നും വേറെ ഇത് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. നെക്ക് ഇതേപോലെ വന്നിട്ട് ക്ലോത്ത് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. എൻഡിലോട്ട് ഇതേപോലെ തന്നെ സ്കാൽപ്പിന്റെ എൻഡാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. സ്ലീവിലും ട്രാൻസ്പെറന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. ഇത് പിസ്ത ഗ്രീൻ കളറാണ് കേട്ടോ, പാരറ്റ് ഗ്രീൻ ഒക്കെ ഇല്ല, അതിനെക്കാളും ലൈറ്റ് കളർ. അപ്പൊ ഞാൻ ആ ഒരു ഇതിന് മാച്ച് ചെയ്തേക്കുന്നതാണ്. തനിയെ നോക്കുമ്പോൾ നമുക്ക് ദുപ്പട്ടയ്ക്ക് ഡിഫറൻസ് ഉണ്ട്. പക്ഷെ ഇതുപോലെ പെയർ ചെയ്യുമ്പോൾ സെയിം ആ ഒരു തന്നെ കോമ്പിനേഷനിലുള്ള ഫ്ലവേഴ്സ് ആണ്. ഫുള്ളി സീക്വൻസും സ്കാലപ്പ് വർക്കും ഉള്ള ദുപ്പട്ട കേട്ടോ ഇത് കണ്ടോ. ഇതുപോലെ എല്ലാം ഫുള്ളി ഹാൻഡ് വർക്ക് ആയിട്ട് ചെയ്തേക്കുന്നത് കണ്ടോ. ഇതുപോലെ ഫുൾ ഈ വർക്ക് ഉണ്ട്. 4 സൈഡും സ്കാലപ്പിന്റെ വർക്കാണ്. ദുപ്പട്ട തന്നെ നല്ല ഹെവിയാണ് അത്യാവശ്യം. ഞാനിത് ജസ്റ്റ് പെയർ ചെയ്തതാണ്. ഇതിന് ഈ ഒരു കളറും ഈ ഒരു കോമ്പിനേഷൻ സെയിം ഈ എംബ്രോയിഡറിയുടെ കളർ ആയതുകൊണ്ട് ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. ഇത് നമ്മൾ മുമ്പ് ഈ ഒരു ടോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ദുപ്പട്ടാസ് ഒത്തിരി പീസസ് ഇല്ല കേട്ടോ, ലിമിറ്റഡ്. ഇങ്ങനത്തെ ഉള്ള കളേഴ്സ് ഒക്കെ നമുക്ക് റെയർ ആയിട്ട് കിട്ടും. അപ്പൊ ഞാൻ ജസ്റ്റ് ഇത് പെയർ ചെയ്തേ ഉള്ളൂ. നല്ല ഇതുപോലെ തന്നെ സ്കാൽപ്പ് ഒക്കെ ചെയ്ത് ഓർഗൻസ ഫാബ്രിക്കിൽ ഇതുപോലെ ഗോൾഡൻ കളർ ചെറിക്കൊണ്ടുള്ള വർക്കാണ്. ഫുള്ളി സ്കാലപ്പാണ് കണ്ടോ. അപ്പം ഇതിന് ഞാൻ മാച്ച് ആയപ്പം ജസ്റ്റ് പെയർ ചെയ്തേ ഉള്ളൂ. ഓക്കെ, ഇതിങ്ങനെ ഉണ്ടാവും. നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ. ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. ഈ ചെയ്തേക്കുന്ന ഹാൻഡ് വർക്ക് ആണ് കേട്ടോ. ഫുള്ളി കട്ട് ബീഡ്സും സീക്വൻസ് ഒക്കെ വെച്ചിട്ട് ചെയ്തേക്കുന്ന ഹാൻഡ് വർക്ക് ആണ്. സ്ലീവിന്റെ എൻഡിലോട്ടും ചെയ്തിട്ടുണ്ട്. ഇതേപോലെ സ്ലീവ് വിത്ത് ലൈനിങ് ആണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഇതിനകത്ത് ഓരോ വർക്ക് ഉണ്ട് കേട്ടോ. ഇത് മുമ്പ് പർച്ചേസ് ചെയ്തവർക്ക് അറിയാം. അപ്പോൾ ഇതിന്റെ എല്ലാ സൈസും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്തിട്ട് ഒരു 7 to 10 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡിസ്പാച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് കോൺടാക്ട് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.